വിശ്വ ക്രിക്കറ്റ് ടീം വിമർശനങ്ങളുടെ പടുകുഴിയിലാണ്. ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായി എത്തിയ ശേഷമാണ് ടീം ഇന്ത്യക്ക് നിലവിലെ അവസ്ഥ വന്നത് എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗൗതം ഗംഭീറിന്റെ മുഖ്യ പരിശീലനത്തിന് കീഴിൽ ശ്രീലങ്കയിൽ പര്യടനം നടത്തിയപ്പോൾ ഏകദിന ക്രിക്കറ്റ് പരമ്പര നഷ്ടപ്പെട്ടു. സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റനായിരിക്കെയായിരുന്നു ശ്രീലങ്കയിൽ ഇന്ത്യ അവസാനമായി ഏകദിന ക്രിക്കറ്റ് പരമ്പര നഷ്ടപ്പെടുത്തിയത്. പിന്നീട് ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ 3-0 ദയനീയമായി പരാജയപ്പെട്ടു. അതോടെ ICC ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എന്ന സ്വപ്നം തുലാസിലായി. നിലവിൽ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര കളിക്കുകയാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 295 റൺസിന് ജയം സ്വന്തമാക്കി. എന്നാൽ ഡേ നൈറ്റ് ടെസ്റ്റിൽ 10 വിക്കറ്റ് തോൽവി വഴങ്ങി. ബ്രിസ്ബനിലെ ഗാബ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 3-ാം ടെസ്റ്റിലും ഇന്ത്യയുടെ ബാറ്റിംഗ് തീരെ മോശമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് ഇല്ലാതെയാണ് ഗൗതം ഗംഭീറിന്റെ കീഴിൽ കളിക്കുന്നത്. രാഹുൽ ദ്രാവിഡിന്റെ മുഖ്യ പരിശീലന കാലത്ത് വിക്രം റാത്തോഡ് എന്ന സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് ഉണ്ടായിരുന്നു. ദ്രാവിഡിന്റെ കരാർ അവസാനിച്ചതിനൊപ്പം വിക്രം റാത്തോഡിന്റെ കരാർ BCCI പുതുക്കിയില്ല. ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായപ്പോൾ 2 സഹപരിശീലകരെയാണ് കൂടെ കൂട്ടിയത്, അഭിഷേക് നായരും റയാൻടൺ ഡോഷറ്റയും. അപ്പോഴും സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് എന്ന പൊസിഷനിൽ ആരും തന്നെ വന്നില്ല. ഇതെല്ലാം ടീമിന്റെ ഇപ്പോഴത്തെ ബാറ്റിംഗ് പ്രകടനത്തെ ബാധിക്കുന്നു എന്നതാണ് ആരാധകരുടെ അഭിപ്രായം. സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് പരിശീലകൻ വേണ്ടെന്ന ഗംഭീറിന്റെ തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയായെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2024 IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായിരുന്നു ഗൗതം ഗംഭീർ. 2024 സീസണിൽ കൊൽക്കത്ത IPL ചാമ്പ്യന്മാരായി. ഈ ബലത്തിൽ കൂടിയാണ് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായത്. KKR കപ്പടിച്ചപ്പോൾ സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് ഇല്ലായിരുന്നു. സഹപരിശീലകനായി അഭിഷേക് നായരാണ് ഉണ്ടായിരുന്നത്. അതേ രീതിയാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ദേശീയ ടീമിലും പ്രയോഗിച്ചത്. IPL ടീമായ ലക്നൗ സൂപ്പർ ജയൻസിൽ മെന്റർ ആയിരുന്നപ്പോഴും ഗൗതം ഗംഭീർ സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് കോച്ച് എന്ന രീതി കൊണ്ടുവന്നില്ല. IPL-ൽ വിജയിച്ച ഈ പരിപാടി ഇന്ത്യൻ ടീമിൽ ഇതുവരെ ഫലം കണ്ടില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ടീം ഇന്ത്യയുടെ പ്രകടനം നാൾക്ക് നാൾ താഴേക്കാണ് വരുന്നത്. ഇതിനിടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരുമായി ഗൗതം ഗംഭീർ അത്ര സുഖത്തിലല്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ബ്രിസ്ബൻ ടെസ്റ്റിൽ മഴയുടെ ഇടവേളകളിൽ ഓഫ് സൈഡിന് പുറത്തുള്ള പന്ത് എങ്ങനെ ലീവ് ചെയ്യണമെന്ന് ഗംഭീർ മോക്കിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പ്രകടനം അത്ര മികച്ചതല്ല എന്നതിൽ തർക്കമില്ല. ഗംഭീർ മുഖ്യപരിശീലകനായ ശേഷം ടെസ്റ്റിൽ ഇന്ത്യ 2 തവണ മാത്രമാണ് 400 റൺസ് കടന്നത്. അത് രണ്ടും 1-ാം ഇന്നിംഗ്സിലായിരുന്നു. 200-ൽ താഴെ 7 പ്രാവശ്യം പുറത്തുമായിട്ടുണ്ട്.